വയനാട്ടിലിറങ്ങിയ നരഭോജി കടുവയെ ഏറ്റവും ഒടുവിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമായിട്ടാണ് മന്ത്രിക്ക് വയനാട്ടിൽ കാലുകുത്താൻ പോലും സാധിച്ചത്. അതിൽ പോലും വലിയ പ്രതിസന്ധികൾ തന്നെയാണ് ഇന്ന് മന്ത്രി തരണം ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം സർക്കാർ എടുത്തതിന് പിന്നാലെയാണ് വയനാട്ടിലേക്ക് പോലും യാത്ര ചെയ്യാനായി മന്ത്രി തയ്യാറായത്. എന്നാൽ ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, കടുവയെ പിടികൂടാനായി ശ്രമിക്കുന്നതിനിടയിൽ RRT സംഘാംഗമായ ജയസൂര്യയെ പിന്നിൽ നിന്നും കടുവ ആക്രമിച്ചൊരു വാർത്തയും ജനരോഷം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെടാനായി സാഹചര്യമുണ്ടായി. ഞെട്ടൽ മാറാതെ ജനങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഏറെ അന്തിച്ചു നിൽക്കുകയാണ്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമിച്ച് കൊന്ന രാധയുടെ വീട് സന്ദർശിക്കാൻ ഏറ്റവും ഒടുവിൽ വനം മന്ത്രി എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. AK ശശീന്ദ്രനെ വഴിയിലിട്ട് തടഞ്ഞ് കുത്തിയിരുന്ന് സമരം നടത്തി വലിയ പ്രതിഷേധ ചൂടിൽ തന്നെയാണ് ജനങ്ങൾ വരവേറ്റത്. രാധയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ തൊട്ടപ്പുറത്തായി മന്ത്രിയുടെ വാഹനവ്യൂഹത്തെയും പോലീസിനെയും പൈലറ്റ് വാഹനത്തെയും ഒക്കെ തന്നെ തടഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാർ വലിയ രീതിയിൽ തങ്ങളുടെ വിഷമവും ദേഷ്യവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചത്. കരിങ്കൊടിയുമായി തന്നെയാണ് പ്രതിഷേധം നടത്തിയത്. പോലീസ് വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് ആളുകളെ നീക്കാൻ പരിശ്രമിച്ചത്. അതിനിടയിൽ ഉന്തും തള്ളും സംഘർഷാവസ്ഥ പോലും ഉണ്ടായി. മറ്റു ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകേണ്ടി വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന് കടുവ ആക്രമണത്തിൽ പരിക്കേറ്റ കൂടി സാഹചര്യത്തിലല്ലേ മന്ത്രി എത്താൻ തയ്യാറായതെന്നാണ് ജനങ്ങൾ പോലും ചോദിച്ചത്. എന്തുകൊണ്ട് ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ട്, ദുരിതം, കഷ്ടപ്പാട്, ഭീതി ഇതൊക്കെ അനുഭവിച്ചിട്ടും ഈ 3 ദിവസമായിട്ടും എത്താതെ ഇന്ന് തന്നെ എത്തിയത് എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അതുകൂടാതെ ജനങ്ങളോട് മന്ത്രി സംസാരിക്കണമെന്ന ആവശ്യം കൂടി പങ്കുവച്ചു. വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ പോലും കഴിയാതെ 20 മിനിറ്റ് നേരം മന്ത്രി വാഹനത്തിനകത്തിരുന്നു. പോലീസാകട്ടെ കാവൽ നിന്നു. പിന്നീട് ആളുകളെ ബലം പ്രയോഗിച്ച് നീക്കി വലിയ പോലീസ് അകമ്പടിയോടെ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിൽ മന്ത്രി കയറി. രാധ കൊല്ലപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും എന്താണ് മന്ത്രി വരാത്തത്? ഇന്ന് എന്തിനാണ് വന്നത്? ഈ ചോദ്യം തന്നെയാണ് ഏവരും ചോദിക്കുന്നത്. നാട്ടുകാർ കൂകിയുള്ള പ്രതിഷേധവും കരിങ്കൊടി വീശിയുള്ള അമർഷവും ഒക്കെ തന്നെ പങ്കുവച്ചു. എന്തായിരുന്നാലും വീട്ടിലെത്തി മന്ത്രി മരണപ്പെട്ട രാധയുടെ മകന് താൽക്കാലിക ജോലിയുടെ ഉത്തരവ്, സർക്കാർ നിയമന ഉത്തരവ് കൈമാറുകയാണ് ചെയ്തത്. ശക്തമായ ജനരോഷത്തിനിടയിലും കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് രാധയുടെ വീട്ടിലെത്തി ഈ ഉത്തരവ് കൈമാറിയത്. എന്നാൽ അതിനിടയിൽ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ജനങ്ങളുടെ ആവശ്യം അത് അംഗീകരിച്ചു കഴിഞ്ഞു. കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ചുള്ള ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. നരഭോജി ആയതുകൊണ്ട് കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിൽ മറ്റ് പ്രതിസന്ധികളൊന്നും തന്നെയില്ല. ഇനി കടുവയെ പിടികൂടിയാലും മറ്റൊരു ഇടത്തേക്കും മാറ്റി പാർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആദ്യമായാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ നടന്ന ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ നിയമോപദേശം തേടിയാണ് ഈ തീരുമാനമെടുത്തതെന്നും വനമന്ത്രി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കിങ്ങനെയാണ്: പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. കൂടുവെച്ച് പിടിക്കുക, മയക്കുവെടി വെച്ച് പിടിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങൾ വിലപ്പോകാതെ വന്ന സാഹചര്യത്തിലാണ് അനുയോജ്യമായ ഘട്ടത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഉന്നത സമിതി എടുത്തത്. വനത്തിനകത്തെ അടിക്കാടുകൾ വനംവകുപ്പ് നീക്കം ചെയ്യണം. തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട അടിക്കാടുകൾ തോട്ടം ഉടമകൾ തന്നെ നീക്കം ചെയ്യണം. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ക്യാമറകളുടെ അഭാവമുണ്ട്. ഒട്ടനവധി AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഫെബ്രുവരി 1 പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. 6 പഞ്ചായത്തിൽ ഇതുപോലുള്ള അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കനത്ത പെട്രോളിംഗ് ആണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇതൊരു നാടിൻ്റെ പ്രശ്നമായി തന്നെ നോക്കിക്കാണുന്നു. ജനകീയ പ്രശ്നത്തിൽ സർക്കാർ കൂടെ തന്നെ ഉണ്ടെന്നും വന്യജീവി സ്നേഹികൾ കോടതിയിൽ പോകുന്ന ഒരു നാടുകൂടിയാണിതെന്നും മന്ത്രി തന്നെ പരാമർശിച്ചു. പോയി ഈ പരിവ് ആയെന്നും കോടതിയിൽ നിന്നും എന്തെങ്കിലും വന്നാൽ അപ്പോൾ നോക്കാമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്.